വിശുദ്ധരായ സകലരുമേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 16 വിശുദ്ധ അഡിലേഡിന്റെ ഓർമ്മദിനം. അപ്പർ ബർഗൻഡ്രിയിലെ രാജാവായിരുന്ന റുഡോൾഫ് ദ്വിതീയന്റെ മകളാണ് വിശുദ്ധ അഡിലേഡ്. അവൾക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ പ്രൊവൻസിലെ ഹ്യൂഗ് രാജാവിന്റെ മകൻ ലോത്തേറിനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ശിശുദമ്പതിമാരുടെ പിതാക്കൾ ഒരു സന്ധി ചെയ്തിരുന്നു. യഥാസമയം ആ വിവാഹം നടന്നു. ഒരു കുട്ടിയും ജനിച്ചു. അസൂയാലുവായിരുന്ന എവ്രയായിലെ ബറങ്കാരൂസ് ലോത്തേറിന് വിഷം കൊടുത്തു കൊന്നതിന് ശേഷം അഡിലേഡിനെ തന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാജ്ഞി അതിന് സന്നദ്ധയാകാത്തതിനാൽ ബറങ്കാരൂസ് അവളെ ജയിലിൽ അടച്ചു. ഇറ്റലിയിൽ സമാധാനം സ്ഥാപിക്കാനായി ജർമ്മൻ രാജാവ് ഓട്ടോ അക്കാലത്ത് അവിടെ വന്നു ചേരുകയും അഡിലേഡ് രാജ്ഞിയെ സ്വതന്ത്രയാക്കി തന്നെക്കാൾ 20 വയസ്സിലൊപ്പമായിരുന്ന വിധവയെ വിവാഹം കഴിക്കുകയും ചെയ്തു. 962 ഓട്ടോ റോമായിൽ വെച്ച് മകുടഭൂഷിതനായി. ഈ വിവാഹത്തിൽ 5 കുട്ടികളും ജനിച്ചു. 973 ഓട്ടോ മരിക്കുകയും ഓട്ടോ ദ്വിതീയൻ രാജാവാവുകയും ചെയ്തു. മകനും മരുമകളും കൂടി ചേർന്ന് അഡിലേഡ് രാജ്ഞിയെ പുറത്താക്കി. അവൾ ക്ലൂനിയിലെ അഡൽബർട്ടിന്റെ മാധ്യസ്ഥം തേടുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 983 ഓട്ടോ ദ്വിതീയൻ മരിക്കുകയും ഓട്ടോ മൂന്നാമൻ വളരെ ചെറുപ്പമായിരുന്നതിനാൽ അവന്റെ അമ്മ തെയോഫാനോ റീജന്റായി ഭരണമേൽച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം അഡിലേഡ് രാജ്ഞി വീണ്ടും ബഹിഷ്കരിക്കപ്പെട്ടു. പിന്നീട് മഠങ്ങളും മൊണാസ്ട്രികളും പള്ളികളും സ്ഥാപിക്കുകയും പഴയവ പുതുക്കിപ്പണിയുകയും ചെയ്ത് കഴിഞ്ഞുകൂടി. 999 ഡിസംബർ 16 സ്ട്രാസ്ബർഗിനടുത്തുള്ള അഡിലേഡ് തന്നെ സ്ഥാപിച്ച ഒരു മൊണാസ്ട്രോയിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം. ഉദാരമതിയും ക്ഷമാശീലയുമായിരുന്നവർ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിച്ച ആധ്യാത്മിക ചൈതന്യമാർന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഇന്ന് വിശുദ്ധ അഡിലേഡ് സ്വർഗത്തിൽ നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നു. ഉണ്ണിയേശുവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഏവർക്കും സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ക്രിസ്തുമസും പുതുവർഷവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിശുദ്ധരായ സകലരുമേ